ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. മോള് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു വാശി പിടിക്കും, ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുകയും ചെയ്തപ്പോ മോളുടെ സങ്കടം മാറ്റാനും ഭക്ഷണം കഴിപ്പിക്കാനും വേണ്ടി പപ്പി കണ്ടെത്തിയ ഒരു മാർഗം മാത്രമായിരുന്നു ഫോൺ വിളി. മോള് പിന്നെ ഇത് സീരിയസ് ആക്കി എടുത്തപ്പോ പപ്പിക്ക് ഇത് നിർത്താനും പറ്റിയില്ല. മോളെ നോക്ക്, ഇതൊക്കെ അമ്മ അറിയുമ്പോഴേക്കും മോള് വിളിക്കുന്നത് അച്ഛനാണെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അപ്പ അന്ന് വന്നത് എന്റെ അച്ഛനല്ലല്ലേ? പറ, അച്ഛനാണോന്ന് പറ അമ്മേ. പറ പറ അമ്മേ. അല്ല, എല്ലാരും കൂടി പറ്റിക്കുവായിരുന്നല്ലേ? എങ്കി പറ, എന്റെ അച്ഛൻ ആരാ? എനിക്ക് അച്ഛനുണ്ടോ? കൂട്ടുകാരെല്ലാം ഇതറിയുമ്പോ ഇനിയും കളിയാക്കും. കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കാം അമ്മേ. ഇനി എന്നെ കള്ളങ്ങൾ വഴി സങ്കടപ്പെടുത്തരുത്. പറ, എനിക്ക് അച്ഛനുണ്ടോ? പറ അമ്മേ. പറയമ്മേ, എനിക്ക് അച്ഛനുണ്ടോ? എനിക്കത് അറിയണം. എന്റെ പൊന്നുമോള്, മോളുടെ അച്ഛനെ കാണാനുള്ള ആഗ്രഹവും ഇഷ്ടമൊക്കെ ഈ അമ്മയ്ക്ക് അറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. പക്ഷെ അത് പറയാനുള്ള ഒരു സാഹചര്യം ഈ അമ്മയ്ക്കുണ്ടായില്ല. മോളെ ഒന്നും അറിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അമ്മയുടെ ജീവിതം. ഇനിയിപ്പോ അമ്മ അതൊന്നും നോക്കുന്നില്ല. എന്റെ മോളുടെ സന്തോഷം എനിക്ക് എല്ലാത്തിനേക്കാളും വലുത്. എന്റെ മോള് കഴിഞ്ഞേ ഉള്ളൂ, എനിക്കിനി എന്തും. എന്റെ മോളുടെ അച്ഛൻ മോളുടെ അടുത്ത് തന്നെയുണ്ട്. ഈ കൈ എത്തുന്ന ദൂരത്ത് മോളെ സ്നേഹിച്ചും ലാളിച്ചും എന്റെ മോളുടെ കൂടെ തന്നെയുണ്ട്. ഇത്രയും നാളും ആരെ പോലെ ആവണം തന്റെ അച്ഛനെന്ന് മോൾ ആഗ്രഹിച്ചോ? അത് തന്നെ മോളുടെ അച്ഛൻ. മോൾക്ക് വേണ്ടി ഒരു അച്ഛന്റെ കടമ പോലെ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കാനും സ്നേഹപൂർവ്വം ഒരച്ഛന്റെ വാത്സല്യത്തോടെ കെട്ടിപ്പുണർന്ന് ഉമ്മ വയ്ക്കാനും ഈ അച്ഛൻ എന്റെ മോളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു.